വെനസ്വേലയിൽ അമേരിക്ക നടത്തുന്ന അധിനിവേശത്തിനെതിരെ ശബ്ദിക്കാൻ ഇന്ത്യക്ക് കഴിയുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നേരത്തെ ഇന്ത്യയുടെ ശബ്ദം മൂന്നാം ലോക രാജ്യങ്ങൾക്കൊപ്പവും സാമ്രാജ്യത്വത്തിനെതിരുമായിരുന്നു. എന്നാൽ ഇന്ന് അത് എവിടെ എത്തിയെന്നും മുഖ്യമന്ത്രി. തങ്ങളുടെ താൽപര്യത്തിനനുസരിച്ച് നിന്നില്ലെങ്കിൽ ഏത് രാജ്യത്തെയും ആക്രമിക്കുമെന്നതാണ് നിലവിൽ അമേരിക്കയുടെ രീതിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ അണ്ടല്ലൂരിലെ CPM ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെനസ്വേലയുടെ പ്രസിഡന്റിനെയും ഭാര്യയെയും ആ രാജ്യത്ത് കയറി ചെന്നാണ് അമേരിക്ക ബന്ദിയാക്കിയത്. എത്ര വലിയ തെമ്മാടിത്തരമാണ് അമേരിക്ക കാട്ടുന്നത്. അമേരിക്കൻ അധിനിവേശത്തിനെതിരെ ഇന്ത്യ ശബ്ദിക്കാത്തത് രാജ്യത്തിനാകെ അപമാനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇവിടെ നേരെ രാജ്യത്തിലേക്ക് അമേരിക്കൻ പടയെന്നിറങ്ങുന്നു. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത രീതിയിൽ ആ രാജ്യത്തിന്റെ ഏറ്റവും ഉയർന്ന ഭരണാധികാരിയെ, അദ്ദേഹത്തിന്റെ ഭാര്യയെ അടക്കം ബന്ദിയാക്കുന്നു. എത്ര വലിയ തെമ്മാടിത്തമാണ്. ഇന്ത്യയുടെ ശബ്ദം സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾക്കൊപ്പമായിരുന്നു. ആ രാജ്യം ഇന്ന് എവിടെ എത്തി? ഇപ്പോ ശബ്ദിക്കാനാകുന്നില്ല. എന്തുകൊണ്ടാണ് കഴിയാത്തത്? നാമാണ് അപമാനിതരാകുന്നത്. ഇന്ത്യ എന്ന രാജ്യമാണ് അപമാനിതമാകുന്നത്. കേന്ദ്ര സർക്കാർ തൊഴിൽ സുരക്ഷ തന്നെ ഇല്ലാതാക്കുകയാണ്. ജനങ്ങൾ കേന്ദ്രത്തിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പ്രതികരിക്കാതിരിക്കാൻ കടുത്ത വർഗീയത പ്രചരിപ്പിക്കുകയാണ്. അതേസമയം കേരളം ബദൽ നയങ്ങളാണ് നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് സമാനതകളില്ലാത്ത വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ LDF സർക്കാർ നടപ്പിലാക്കി. 2021 UDF സർക്കാരാണ് അധികാരത്തിൽ വന്നതെങ്കിൽ കേരളത്തിന്റെ സ്ഥിതി എന്താകുമായിരുന്നുവെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. രാജ്യത്തിന്റെ ഏതെല്ലാം ദുഷിച്ച വശങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു നിലയിലേക്ക് കേരളം ഉയർന്നു നിൽക്കുന്നു. അതിനിടയാക്കിയത് കേരളത്തിൽ നാം നടപ്പാക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന അതേ നയമല്ല. ഇവിടെ ഒരു ബദൽ നയമാണ് നടപ്പാക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെതായ നിലപാടുകളുടെ എല്ലാ കാര്യത്തിലും. ചടങ്ങിൽ CPIM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുത്തു. കൈരളി ന്യൂസ്, കോഴിക്കോട്.